മോഹൻലാല് സിനിമകൾ ആഘോഷമാക്കുക എന്നത് മലയാളികളുടെ ശീലമാണ്. പല നടന്മാരും 100 കോടി കളക്ഷന് നേടാന് പാടുപെടുന്ന സമയത്ത് തുടർച്ചയായി 2 ചിത്രങ്ങള് 200 കോടി ക്ലബ്ബില് കയറ്റി മോഹൻലാല് തന്റെ താരസിംഹാസനം വീണ്ടെടുത്ത വർഷമാണ് ഇത്. പുത്തന് റിലീസുകൾക്ക് പിന്നാലെ റിലീസിലും തിയേറ്റര് പൂരപ്പറമ്പാകുന്ന കാഴ്ചയാണ് കാണാന് സാധിക്കുന്നത്. മോഹൻലാലിന്റെ കരിയറില് ഏറ്റവുമധികം റിപ്പീറ്റ് വാല്യൂവുള്ള ചിത്രങ്ങളിലൊന്നായ ഛോട്ടാ മുംബൈയാണ് ഇപ്പോള് തിയേറ്ററുകളെ ഇളക്കിമറിക്കുന്നത്. 18 വർഷങ്ങൾക്ക് ശേഷം 4K റീമാസ്റ്റേർഡ് വേർഷന് തിയേറ്ററുകളിലെത്തിയപ്പോള് പ്രായഭേദമന്യേ പ്രേക്ഷകര് സിനിമയെ ആഘോഷിക്കുകയാണ്. 100-ല് താഴെ സെന്ററുകളില് മാത്രമെത്തിയ സിനിമ രണ്ടാം ദിനം മുതല് കൂടുതല് കേന്ദ്രങ്ങളില് പ്രദർശനത്തിനെത്തി. കേരളത്തിലെ കിങ് സൈസ് തിയേറ്ററുകളില് പലതും ഹൗസ്ഫുള്ളായാണ് ഛോട്ടാ മുംബൈ പ്രദർശിപ്പിച്ചത്. മോഹൻലാല് അടക്കം പല താരങ്ങളുടെയും ഇൻട്രോക്ക് ആർപ്പുവിളിയും കയ്യടിയുമായിരുന്നു. പാട്ടുകൾക്ക് സ്ക്രീനിന്റെ മുന്നില് ചുവടുവെക്കുന്ന ആരാധകരുടെ വീഡിയോകളും ഇതിനോടകം സമൂഹമാധ്യമങ്ങളില് വൈറലായിക്കഴിഞ്ഞു. തിയേറ്റര് ഉടമകള് വരെ ചിത്രത്തിന്റെ റിലീസിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്രയും കാലത്തെ ചരിത്രത്തില് ഇതുപോലൊരു ആഘോഷത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ലെന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിലൊന്നായ കോഴിക്കോട് അപ്സരയുടെ ഉടമകള് സമൂഹമാധ്യമമായ എക്സില് കുറിച്ചത്. 1000-ത്തിലധികം സീറ്റുകളുള്ള തിയേറ്ററിലെ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആണ്. 1100 സീറ്റുകളുള്ള എറണാകുളം കവിത തിയേറ്ററിലും ഇതേ അവസ്ഥ തന്നെയാണ്. ദിവസേന ഒരു ഷോവെന്ന നിലയിൽ ആരംഭിച്ച ഛോട്ടാ മുംബൈ കഴിഞ്ഞ ദിവസം മുതല് 5 ഷോയായി ഉയർത്തിയിരുന്നു. ഈയാഴ്ചത്തെ വമ്പന് റിലീസുകളിലൊന്നായ തഗ് ലൈഫിന് പകരം പല തിയേറ്ററുകളും ഛോട്ടാ മുംബൈ പ്രദർശിപ്പിക്കുകയാണ്. റിലീസ് ചെയ്ത ആദ്യ ദിവസം 37 ലക്ഷമാണ് ചിത്രം സ്വന്തമാക്കിയത്. മലയാളത്തിലെ റിലീസ് സിനിമകൾക്കിടയില് ഏറ്റവുമുയർന്ന 3ാമത്തെ കളക്ഷനാണ് ഇത്. മോഹൻലാലിന്റെ തന്നെ ദേവദൂതന്, സ്ഫടികം എന്നീ സിനിമകളാണ് ലിസ്റ്റില് 1ഉം 2ഉം സ്ഥാനത്തുള്ളത്. മറ്റ് നടന്മാരുടെ റിലീസുകൾക്ക് ലഭിക്കാത്ത സ്വീകാര്യത മോഹൻലാല് സിനിമകൾക്ക് ലഭിക്കുമ്പോള് മലയാളികള് ഏറ്റവുമധികം ആഘോഷിക്കുന്ന താരമേതെന്ന ചോദ്യത്തിനുള്ള മറുപടിയും ലഭിച്ചിരിക്കുകയാണ്. കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.